ഫരീദാബാദ് രൂപതാധ്യക്ഷൻ കുര്യാക്കോസ് പന്നിക്കുളങ്ങര എന്തുകൊണ്ടാണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചവർക്ക് മുന്നിലേക്ക് തൻ്റെ വിമത വേഷവുമിട്ട് ഇതാ പണി തുടങ്ങിക്കഴിഞ്ഞു. ഫരീദാബാദ് രൂപതയും ജനാഭിമുഖത്തിലേക്ക് നീങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. എറണാകുളം രൂപതയിൽ മാർ പാമ്പളന് നൽകിയ അനൗദ്യോഗിക അനുവാദത്തിൻ്റെ ചുവട് പിടിച്ച് പന്നിക്കുളങ്ങര ഇതാ ജനാഭിമുഖ കുർബന ഫരീദാബാദിൽ നടത്തി തുടക്കമിട്ടിരിക്കുന്നത് സഭാ സംവിധാനത്തിനെതിരായ പ്രക്ഷോഭം തന്നെയാണ്. ഇത് ബിഷപ്പ് പന്നിക്കുളങ്ങരയോടാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. സിനഡ് കൂടി ജനാഭിമുഖ കുർബാന പാടില്ലെന്നൊരു തീരുമാനമെടുത്ത് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിയിട്ട് ആ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ സിനഡ് പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുക എന്ന് മാത്രമേ വിശ്വാസികൾക്ക് മെത്രാന്മാരോട് പറയാനുള്ളൂ. എന്നിട്ട് സഭാഭരണം പണ്ടത്തെ പോലെ റോമിൻ്റെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ മേൽനോട്ടത്തിലേക്ക് ഏൽപ്പിക്കണം. ജനാഭിമുഖ കുർബാന ലത്തീൻ സഭയിലും കൽദായ കത്തോലിക്ക സഭയിലും മാത്രമാണ് നടന്നത്. മറ്റ് സഭകൾക്കെല്ലാം പൂർണ്ണ അൾത്താര അഭിമുഖ കുർബാന തന്നെയാണ്. സിറോ മലബാർ സഭയിലെ ലത്തീൻവാദികളായ വിമതരെ തൃപ്തിപ്പെടുത്താനാണ് ഇവിടെ 50-50 എന്ന സങ്കര കുർബാന നടപ്പിലാക്കിയത് മാർ പാമ്പളാനി. വിമതർ ഇതുപോലും അനുസരിക്കാത്തത് കൊണ്ട് വിമത പുരോഹിതരെ സഭയിൽ നിന്നും പുറത്താക്കി സിറോ മലബാർ സഭ പൗരാണിക പാരമ്പര്യത്തിലേക്ക് മടങ്ങണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ വീണ്ടും ആവശ്യപ്പെടുന്നത്. മാർപ്പാപ്പ അംഗീകരിച്ച ഏകീകൃത കുർബാന തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതയിലും അർപ്പിക്കാമെന്ന് വത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വത്തിക്കാൻ അംഗീകരിച്ച ആ രേഖയിൽ കേരളത്തിലേക്ക് എത്തിയ ശേഷമാണ് 50-50 എന്ന സിനഡ് കുർബാന ക്രമം എഴുതി ചേർത്തത് എന്ന് കൂടി ഓർക്കണം. അതൊരു മെത്രാൻ്റെ താല്പര്യപ്രകാരം. സിറോ മലബാർ സിനഡ് പത്രക്കുറിപ്പിൽ ഇപ്പോഴും ആ കൂട്ടിച്ചേർത്തത് വ്യക്തമാണ്. 50-50 സിനഡ് കുർബാന മാർപ്പാപ്പയുടെ അംഗീകാരമില്ലാത്തത് കൊണ്ട് അത് ഇല്ലിസിറ്റ് കുർബാന തന്നെയാണ്. ഒരു മാറ്റവും ഉണ്ടാകില്ല. അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത ഭാവിയിൽ ഇല്ലിസിറ്റ് സിനഡ് കുർബാന നിർത്തലാക്കാൻ പ്രതിജ്ഞാബദ്ധരുമാണ്. അതാണ് സഭ ഐക്യത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ പടി. ആത്മീയതയ്ക്കാണോ ഭൗതികതയ്ക്കാണോ സഭാ നേതൃത്വം പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ആത്മീയതയ്ക്കാണെങ്കിൽ പരിശുദ്ധ കത്തോലിക്ക തിരുസഭ അംഗീകരിച്ച ഏകീകൃത പരിശുദ്ധ കുർബാന ആവശ്യപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി സഭാ നേതൃത്വം നിലകൊള്ളണം. എന്നാൽ ഈ ലോകത്തിലെ ഭൗതിക സമ്പത്തിലാണ് ദൃഷ്ടി വയ്ക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പരിശുദ്ധ സിംഹാസനത്തെയും പരിശുദ്ധ കത്തോലിക്ക സഭ അംഗീകരിച്ച ഏകീകൃത പരിശുദ്ധ കുർബാനയെ അംഗീകരിക്കാത്ത വിമത വൈദികരെയും അവിടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന അൽമാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക മെത്രാന്മാരെ എന്നേ പറയാനുള്ളൂ. വിശ്വാസികൾ അവിടെ വഴി നോക്കിക്കൊള്ളൂ.